അചിന്ത്യവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനേ സമസ്തജഗദാധാരമൂർത്തയേ ബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. അപവാദ ദർശനത്തിന്റെ 9-ാം ശ്ലോകമാണ് ഇന്നു നാം ചിന്തനം ചെയ്യുന്നത്. 8-ാം ശ്ലോകത്തിലൂടെ ബോധവസ്തുവാണ് ഉണ്മയോടെ പ്രകാശിച്ചു നിൽക്കുന്നത്. ബോധവസ്തുവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്ത ചെയ്തു. 9-ാം ശ്ലോകത്തിലൂടെ എല്ലാം ആനന്ദമയമാണ്, ആനന്ദമയാണ് സത്യം എന്ന് ഉറപ്പിക്കുകയാണ്. 9-ാമത്തെ ശ്ലോകം ആനന്ദയേവാസ്തി ഭാതി നാന്യഃ കശ്ചിദതോഖിലം ആനന്ദഘനമന്യെന്ന വിനാനന്ദേന വിദ്യതേ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കശ്ചിദതോഖിലം എന്ന് പറയരുത്. അവിടെ ഒരു ആയുണ്ട്. കശ്ചിദതോഖിലം, അവിടെ ഒരു ആ കണ്ടുകൊണ്ട് ഉച്ചരിക്കുക. വിനാനന്ദേന എന്ന് പറയരുത്. വിനാനന്ദേന എന്നുള്ളതാണ് അവിടെ. വിനാനന്ദേന വിദ്യതേ, അവിടെ ശ്രദ്ധിച്ച് ചൊല്ലുക. പിന്നെ അതുപോലെ ശ്ലോകം അധികം വലിയ കട്ടിയുള്ള പദങ്ങളൊന്നും ഇതിലില്ല. നന്നായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കും. കഴിഞ്ഞ 8-ാമത്തെ ജ്ഞാനവല്ലരി മന്ത്രം വളരെ നന്നായി ആലപിച്ചു എല്ലാവരും. വളരെ ബുദ്ധിമുട്ടുള്ള പദങ്ങളുണ്ടായിട്ടും നമ്മുടെ ശ്രദ്ധ വന്നപ്പോൾ ആലാപനം വളരെ ശുദ്ധമായി. എല്ലാവർക്കും അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് 9-ാമത്തെ ജ്ഞാനവല്ലരിയുടെ പദച്ഛേദം ആനന്ദ ഏവാസ്തി ഭാതി. ആനന്ദ ഏവ അസ്തി ഭാതി. ഏവ എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതുമ്പോൾ ദീർഘമില്ലാതെ വ. ഏവ അസ്തി, ഏവാസ്തി. പിന്നെ നാന്യഃ കശ്ചിദതോ അഖിലം ന അന്യഃ. ഏവ അസ്തി ഏവാസ്തി വന്ന പോലെ, ദീർഘസന്ധി വന്ന പോലെ ഇവിടെ ന അന്യഃ, നാന്യഃ, അന്യമല്ലാത്തത്, ന അന്യഃ. കശ്ചിദതോഖിലം, കശ്ചിത് അതഃ അഖിലം. കശ്ചിത് അധഃ അഖിലം. കശ്ചിദതോഖിലം. ആനന്ദഘനമന്യെന്ന, ആനന്ദഘനം അന്യത് ന. വിനാനന്ദേന, വിനാ ആനന്ദേന, വിന അധികം ആനന്ദേന, വിനാനന്ദേന വിദ്യതേ. ഇതാണ് ഇതിലെ പദച്ഛേദം. ഇനി ഇതിൻ്റെ പദാനുപദം അർത്ഥം. ആനന്ദ ഏവ, അനന്തം മാത്രമാണ്, അസ്തി ഉള്ളത്, ഭാതി, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പദങ്ങളല്ലേ, ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് പ്രകാശിക്കുന്നത്. അന്യഃ കശ്ചിത് ന, വേറെ ഒന്നും തന്നെയില്ല, ആനന്ദമല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. അതഃ, അതുകൊണ്ട് അഖിലം ആനന്ദഘനം, എല്ലാം ആനന്ദം ഘനീഭവിച്ചതാണ്. ഇവിടെയുള്ളതെല്ലാം ആനന്ദം ഘനീഭവിച്ചതാണ്, കട്ടിപിടിച്ച ആനന്ദമാണ്. ആനന്ദേന വിന, ആനന്ദമല്ലാതെ അല്ലെങ്കിൽ ആനന്ദം കൂടാതെ, അന്യത് ന വിദ്യതേ, മറ്റൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല, ഇവിടെ ഇല്ല എന്ന് പറയാണ്. കശ്ചിത് എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ അത് ഒരു എന്നുള്ള അർത്ഥമാണ്. കശ്ചിത് ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു എന്നുള്ള അർത്ഥം. ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല നമ്മൾ പറഞ്ഞു. അന്യഹ കശ്ചിത് എന്നാ, വേറെ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ സാരാർത്ഥം പറയുമ്പോൾ അനന്തം തന്നെയാണ് സത്തായും, അല്ലെ, ഉണ്മയായും ചിത്തായും ബോധമായും സദാ വിളങ്ങുന്നത്. അനന്തം തന്നെയാണ് സത്തായും ഉണ്മയായും ബോധമായും സദാ വിളങ്ങുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല.
അതുകൊണ്ട് എല്ലാം ആനന്ദഘനം, ആനന്ദമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് ഗുരു. ഇനി കൃതി വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ബ്രഹ്മലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണ് ഉത്തരം. സച്ചിദാനന്ദത്തെ ഓരോ വ്യക്തിയും അറിയുന്നത് അസ്ഥി ഭാതി പ്രിയങ്ങളായിട്ടാണ്. അതിൽ ജീവിതത്തിലെ പ്രിയ അപ്രിയങ്ങളായി വിരിഞ്ഞു വരുന്നത് ഈ ആനന്ദം തന്നെയാണ് എന്നൊക്കെ നാം ചിന്ത ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഓരോ അനുഭവവും ഓരോരോ ഉണ്മയാണ്. സുഖമായാലും ദുഃഖമായാലും ഓരോന്നും ഓരോരോ ഉണ്മയാണ്. ഇനി അതോ ഭൗതികമായാലും മാനസികമായാലും എല്ലാം അത് അറിവിന്റെ ഭാനമാണ്. ഓരോ അനുഭവവും അറിവിന്റെ ഭാനം. ഇവിടെ ഓരോ അറിവിനെയും നാം വിലയിരുത്തുന്നത് നമ്മുടെ പ്രിയ അപ്രിയങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ്. ഒരു വസ്തുവിനെ ഇപ്പോൾ നാം കാണുന്നു, ആ വസ്തു എന്ത് അനുഭവമാണ് നമ്മളിൽ ഉളവാക്കുന്നത് എന്ന് നാം ആദ്യം വിലയിരുത്തും. ഇങ്ങനെ വിലയിരുത്തണമെങ്കിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള അളവുകോൽ നമ്മളിൽ ഉണ്ടാകണം. അതായത് ഈ വസ്തു എനിക്ക് അല്ലെങ്കിൽ നമുക്ക് സുഖമാണോ അല്ലെങ്കിൽ ദുഃഖമാണോ, ഇനി ഇതെങ്കിലും ഒന്നും ഉണ്ടാക്കാതിരിക്കുന്ന ഉദാസീനതയാണോ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആ വസ്തുവിനെ വിലയിരുത്തും. അത് വാസ്തവത്തിൽ അറിവ് തന്നെയാണ്. അപ്പോൾ അറിവ് തന്നെ അളവുകോലാകുമ്പോൾ അതിനെ വിളിക്കുന്നത് ആനന്ദമെന്നാണ്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അറിവ് തന്നെ അറിവിനെ അളക്കാനുള്ള അളവുകോലാകുമ്പോഴാണ് അതിനെ നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. പ്രിയ അപ്രിയങ്ങളെ മാറ്റിവെക്കാനാവില്ല. ചിത്തസ്വരൂപത്തിൽ ആനന്ദം തന്നെയാണ് എന്നത് മാത്രമാണ് ഇവിടെ ഇതിന് കാരണം. അതായത് ചിത്ത് അറിവായി ഭാസിക്കുമ്പോൾ വിഷയജ്ഞാനങ്ങളായും ആനന്ദസ്വരൂപമായി ഭാസിക്കുമ്പോൾ സുഖദുഃഖ അനുഭവങ്ങളായും തീരുന്നു. ആനന്ദം എന്ന് പറഞ്ഞാൽ മധുരിമയുടെ ഒരു അനുഭവം മാത്രമുണ്ടാക്കുന്ന ഒരു അനുഭവത്തെ അല്ല അർത്ഥമാക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അതായത് ചിത്തിന്റെ ആനന്ദാത്മകത തന്നെയാണ് സുഖത്തെ സുഖമാക്കുന്നതും ദുഃഖത്തെ ദുഃഖമാക്കുന്നതും. അതാണ് ഗുരു പറഞ്ഞു തരുന്നത് ആനന്ദേന വിന അന്യത് ന വിദ്യതേ എന്ന്. ആനന്ദമല്ലാത്തതായിട്ട് ഇവിടെ മറ്റൊന്നുമില്ല എന്ന്. അഖിലം ആനന്ദഘനം. സത്തും ചിത്തും ആനന്ദം തന്നെയായതുകൊണ്ട് സമസ്ത പ്രപഞ്ചത്തിന്റെയും അസ്തിത്വം ആനന്ദത്തിന്റെ അസ്തിത്വം തന്നെയാണ്. ഇപ്പൊ നമുക്ക് സംശയം വരാം, ദുഃഖാനുഭവം എങ്ങനെയാണ് ആനന്ദത്തിൽ ഉണ്ടാകുന്നതെന്ന്. ദുഃഖാനുഭവം ആനന്ദത്തിൽ ഭൗതികരായ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നത് ആ പരമമായ അനുഭവം തരുന്ന ആനന്ദത്തെ ശരിയായ രീതിയിൽ അറിയാത്തത് കൊണ്ടാണ്. പറഞ്ഞു വരുന്നത് സുഖവും ദുഃഖവുമായി നമുക്ക് അനുഭവപ്പെടുന്ന ആ അനുഭവികത, അത് സച്ചിദാനന്ദത്തിന്റെ ആനന്ദത്തിന്റെ ഭാഗമായി നമുക്ക് ഉണ്ടാകുന്നതാണ്. ദുഃഖാനുഭവം വരുന്നത് നമ്മുടെ അജ്ഞതയാണ്. ശരിയായ സുഖാനുഭവത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. സമസ്ത പ്രപഞ്ചവുമായി ഭാസിക്കുന്നത് ആനന്ദസ്വരൂപം തന്നെയാണെന്ന് പറയാം. അതായത് ആനന്ദാനുഭവത്തിൽ ഉണ്മയും ബോധവും ആനന്ദവും ഒരുമിക്കുന്നുണ്ട്. ഈ ആനന്ദാനുഭവത്തെ കുതിച്ചാണ് സകലരും യത്നിക്കുന്നത്. ഒരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് പോലെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സതാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതമേകമെന്നു ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം എന്ന്. എല്ലാവരും ആത്മാവിൽ സുഖം കണ്ടെത്താനാണ് രാപകൽ യത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഈ ഒരേ ഒരു മതമേ ഉള്ളൂ.
അതാണ് ആത്മസുഖത്തിനായി യത്നിക്കുക എന്നുള്ളത്. കാര്യം വിചാരം ചെയ്തറിഞ്ഞ് ആത്മസുഖം നഷ്ടപ്പെടുത്തുന്ന പാപസങ്കല്പങ്ങളിൽ ചെന്നു പെടാതെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം എന്ന് പറയുകയാണ്. സർവത്ര ഒരു ആനന്ദ സമുദ്രം തന്നെ തെളിഞ്ഞ് ഒരേ മട്ടിൽ വ്യാപിച്ച് സ്വയം ഇവിടെ നിറഞ്ഞു കവിയുകയാണ്. സത്യം കണ്ട സ്ഥിതപ്രജ്ഞന്മാർ ഇവിടെ വസ്തു ഒന്നേയുള്ളൂ എന്ന് ദൃഢമായ അനുഭവത്തിലൂടെ ഈ ആനന്ദക്കടലിൽ ഇറങ്ങി അത് കുടിച്ച് രസിച്ച് മതിക്കുന്നു. അവിടെ ബ്രഹ്മസ്വരൂപം ഇടതിങ്ങിയ ആനന്ദ അനുഭവമാണ് അവർക്ക് എന്ന് പറയുകയാണ് ഗുരുദേവൻ നമ്മളോട്. ജീവൻ ആത്മസ്വരൂപം കണ്ടെത്തുന്നതോടെ സ്വസത്ത തന്നെയാണ് സർവത്ര നിറഞ്ഞിരിക്കുന്ന സത്യമെന്ന് തെളിയുന്നു. അതോടെ ആനന്ദയേവ അസ്തി ഭാതി നാന്യത് കശ്ചിതതോഖിലം എങ്ങും ആനന്ദ സമുദ്രം അലതല്ലുന്നതായിട്ട് അനുഭവം. അതാണല്ലോ ഗുരു പറഞ്ഞത്, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം എന്ന്. ഈ ആനന്ദത്തെ അനുഭവിച്ച് ആനന്ദക്കടലാണ് നമ്മളോട് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതെന്ന് ഓർക്കണം. അതഹ അഖിലം ആനന്ദഘനം ആനന്ദേന വിന അന്യത് ന വിദ്യതേ. അതായത് പ്രപഞ്ച വസ്തുക്കളിൽ കാണുന്ന ഉണ്മ സത്യത്തിന്റെ ഉണ്മയാണ്. കാമക്രോധാദി വികാരങ്ങളിലെ ഉണ്മയും ബോധവും ഈ സത്യത്തിൻ്റെത് തന്നെ. ഉണ്മാബോധം എന്ന് പറയുമ്പോൾ സത്ത് ചിത്തം എടുത്തോളണം. ഇവിടെ മായ സത്യത്തിന്റെ മുഖം മറച്ചു കളയുന്നുണ്ട് എന്നേ ഉള്ളൂ. എവിടെയും സത്യം മാത്രമേ കാണാനുള്ളത്, സത്യമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഇവിടെ ആനന്ദം പറഞ്ഞതുപോലെ തന്നെ ഇത് മൂന്നും ഒരുമിച്ച് ചേരുന്നതാണല്ലോ. എല്ലാം ആനന്ദഘനം തന്നെ. ഈ കാണുന്ന പ്രപഞ്ചം ജഡമാണെന്ന് ബാധിക്കുന്നവർക്ക്, ജഡപ്രപഞ്ചമാണ് എന്ന് ആ ഒരു വാദം ഉന്നയിക്കുന്നവര്, അവർക്ക് ആനന്ദത്തിന് വക എവിടെ എന്ന് സംശയം വരാം. ഇപ്പോൾ നമ്മൾക്ക് സാധാരണ മനുഷ്യരായ നമ്മൾക്ക് സംശയം വരാം, ഇവിടെ പ്രപഞ്ചം ജഡമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ആനന്ദം എവിടെയാണ്, എങ്ങനെ വരാമെന്ന് സംശയം വരാം. ജഡത്തിൽ ആനന്ദ അനുഭവം എങ്ങനെ സംഭവിക്കും? ഇതിനുത്തരം ചിത്തം പ്രസന്നമായി അവനവനിലുള്ള ചേതനനായ ആത്മാവിനെ കാണാൻ കഴിഞ്ഞവർക്ക് ജഡങ്ങളിൽ ഈശ്വരസത്തയുടെ അനുഭവം തെളിയുന്നു. സ്വന്തം ഉണ്മ അറിയുന്നവർക്ക് ഈ പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഈശ്വരസത്തയുടെ അനുഭവം തെളിയുന്നു. ഇതൊരിക്കലും വാക്കുകൊണ്ട് വ്യവഹരിച്ചാൽ നമുക്കുണ്ടാവുന്നതല്ല, ഇത് അനുഭവത്തിൽ എത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ പ്രപഞ്ചം ആനന്ദപൂർണമായി മാറുന്നു സ്വസത്തയെ ദർശിക്കാനാകുന്നവർക്ക്. ആത്മാവിനെ അറിയാത്തവർക്ക് ഈ പ്രപഞ്ചം ദുഃഖഭൂയിഷ്ടമായി അനുഭവപ്പെടുന്നു, ജഡമായി അനുഭവപ്പെടും. അപ്പോൾ ആത്മാവിനെ അറിയാത്തവർക്ക് ഈ പ്രപഞ്ചം ദുഃഖഭൂയിഷ്ടമായി അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന കാണുന്ന വസ്തുക്കളിലെ കാണാത്ത പരമ്പൊരുളിനെ അറിയുക സ്വസത്തയിലൂടെ തന്നെ. അപ്പോൾ ആനന്ദം തന്നെയാണ് ഉണ്മയായും ബോധമായും സദാ വിളങ്ങുന്നത് എന്ന് അനുഭവമുണ്ടാവും. നാനായോനികളിൽ ജനിച്ചും മരിച്ചും സംസാര താപങ്ങളിൽ പെട്ടുഴന്നും ഏറ്റവും പരിക്ഷീണരായി തീരുന്ന മനുഷ്യ മനസ്സിന് പരബ്രഹ്മാനുഭൂതി ലഭിച്ചാൽ പിന്നെ അത് അനിശ്ചലമായി ആത്മാവിൽ തന്നെ നിശ്ചലമായി നിലകൊണ്ടുകൊള്ളും. അങ്ങനെ അദ്വൈതാനുഭൂതിയിൽ വിലീനമായിരിക്കുന്ന മനസ്സ് ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ഈ ലോകം ഇങ്ങനെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നീങ്ങി താൻ സത്യവും ശുദ്ധവും മുക്തവുമായ
ആത്മാവ് തന്നെയാണെന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിച്ച് ആനന്ദിക്കും. അത് എങ്ങനെയെന്നാൽ, ഒരു നദി ഒഴുകി ഒടുവിൽ സമുദ്രത്തിൽ ചെന്നെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നദീ സ്വഭാവം നഷ്ടപ്പെട്ട് സമുദ്രം തന്നെയായി ഏകീഭവിച്ച് ഒന്നായിത്തീരുന്നത് പോലെ മനുഷ്യ മനസ്സ് ദീർഘകാലം ആത്മാനുസന്ധാനം ചെയ്ത് ഒടുവിൽ പരമാത്മാവുമായി ഏകീഭവിച്ച് പരമാത്മാവ് തന്നെയായിത്തീരുന്നു. ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ സത്യശ്രവണം തന്നെ നിങ്ങളെ ഓരോ നിമിഷവും സത്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഒരു സംസ്കാരമായി നമ്മുടെ ആ ഒരു വാസനാതലത്തിൽ അത് മാറുന്നുണ്ട്. അപ്പോൾ ഭൗതിക ജഡങ്ങളോടുള്ള ഭൗതിക വസ്തുക്കളിൽ ആ ജഡപ്രപഞ്ചത്തെ മാത്രം കാണുന്ന ആ ഒരു അറിവില്ലായ്മ മാറിയിട്ട് ബ്രഹ്മോന്മുഖമായി നമുക്ക് നമ്മുടെ വാസനയെ ആ രീതിയിലേക്ക് സംസ്കരിക്കാൻ സാധിക്കുന്നു. കുറേ ശ്രവിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നും, ഒന്നും പറയാതെ തന്നെ നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നിരന്തരം തത്ശ്രവണം തത്കഥനം ചെയ്യുക. 9-ാം ശ്ലോകം പറയുന്നു, ആനന്ദം തന്നെയാണ് ഉണ്മയായും ബോധമായും സ്വയം വിളങ്ങുന്നത് എന്ന്. ആനന്ദ ഏവ അസ്തി ഭാതി അന്യത് കശ്ചിത് ന. ആനന്ദമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ഇത് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് ഈ ജ്ഞാനവല്ലരിയുടെ സത്തായ കാര്യം അതാണ്. അത് പറയുവാനാണ് മറ്റെല്ലാം നാം പറയുന്നത്. അതുകൊണ്ട് അഖിലം ആനന്ദഘനം, ഈ കാണുന്ന സർവവും ആനന്ദം ഘനീഭവിച്ചതാണ്. ആനന്ദേന വിന, ആനന്ദമില്ലാതെ അന്യത് ന വിദ്യതേ, മറ്റൊന്നുണ്ടായിരിക്കുന്നില്ല. ആനന്ദം തന്നെയാണ് ഉണ്മയായും ബോധമായും സദാ വിളങ്ങുന്നത്. എന്താണ് ഉണ്മ എന്ന് ചിന്തിച്ചു വരാം. അതായത് അതൊക്കെ നമ്മൾ സദ്ഘനം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. കുറച്ച് സ്വയം ഉണ്ട് എന്നറിഞ്ഞ് പ്രകാശിക്കുന്ന വസ്തു, അതാണ് ഉണ്മ. അത് വേറൊന്നിനെയും അല്ലെങ്കിൽ വേറൊന്നിൻ്റെയും ആശ്രയത്തിലല്ല അത് നിൽക്കുന്നത്. അപ്പോൾ അതിന് അന്യാശ്രയമില്ല. അന്യാശ്രയമില്ലെങ്കിൽ തന്നെ ഒരു വസ്തു ആനന്ദമുള്ളതായി തീരും. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ആനന്ദം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആനന്ദത്തിനായി അന്യരെയും അന്യത്തിനെയും ആശ്രയിക്കുന്നു. കാരണം എന്താണ്? താൻ ആരാ എന്ന് നമുക്ക് സ്വയം അറിയില്ല. തൻ്റെ ശരിയായ സ്വരൂപം അറിയാതെ അല്ലെങ്കിൽ ഉണ്മയെ അറിയാതെ അന്യത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഇത്. നാം അറിയണം, സത്യത്തിലൂടെയുള്ള മാർഗം തന്നെ എത്ര ആനന്ദകരമാണ്. നാം ഇപ്പോൾ ചെയ്യുന്നത് ഈ മാർഗത്തിൻ്റെ ഒരു വഴിയുടെ ഒരു അറ്റത്ത് നമ്മൾ എത്തി നിൽക്കുക മാത്രമാണ്. അവിടുന്ന് യാത്ര പോലും നാം തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ മാർഗം എത്ര ആനന്ദകരമായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ആർക്കൊക്കെ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? വീണ്ടും വീണ്ടും കേൾക്കണം, ഇതറിയണമെന്ന് വീണ്ടും തോന്നുന്നുണ്ടെങ്കിൽ അവരാ സത്യത്തിലേക്ക് എത്തി തുടങ്ങി എന്നറിയണം. പിന്നെ മറ്റൊന്നും അവർക്ക് കേൾക്കാൻ തോന്നില്ല. ഈ സത്യം തന്നെ കേട്ടുകൊണ്ടിരിക്കാനേ തോന്നും. അപ്പോൾ നാം പറഞ്ഞത് ഈ മാർഗം തന്നെ എത്ര ആനന്ദകരമാണ്. പിന്നെ ലക്ഷ്യത്തിന്റെ കാര്യം പറയാനുണ്ടോ? ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് ആനന്ദഘനമായി ആ ഭൗതിക ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ആനന്ദഘനമായി സഞ്ചരിച്ച മഹാഗുരു, ഇത്ര ആനന്ദ സ്വരൂപനാണ് ഗുരു. നമ്മൾ ദർശനമാലയൊക്കെ പഠിച്ചിട്ട് ഗുരുവിൻ്റെ ആ ഒരു മുഖം ഒന്ന് മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ ഇത് ശരിക്കും നമ്മളുടെ കണ്ണുകൾ നിറയും. ആ പരമ ചൈതന്യത്തെ ഓർക്കുമ്പോൾ എത്ര ഭാഗ്യവാന്മാരാണ്, പുണ്യവാന്മാരാണ്, സുഹൃതികളാണ് നാം എന്നോർക്കും. ആ പാദങ്ങളിൽ എന്നും വണങ്ങാനും ആ തിരുകമലം എന്നും സ്മരിക്കാനും ആ വാണികൾ എന്നും കേൾക്കാനും പറയാനും എല്ലാം സാധിക്കുന്നത് എത്ര പുണ്യമാണ് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ലക്ഷ്യം ആനന്ദമാണ് എന്ന് ചിന്ത ചെയ്ത് ജീവിക്കുന്നവർക്ക് മാർഗവും ആനന്ദകരമായിരിക്കും.
തെറ്റി സഞ്ചരിക്കുന്നവർ ഈ ദുഃഖക്കടലിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നു. ജീവിതത്തിന്റെ ദുഃഖം നമുക്ക് വരുമ്പോൾ അത് താങ്ങാനാവുന്നില്ലെങ്കിൽ നമ്മൾ ഈ സത്യത്തിലേക്ക് ഇനിയും നമ്മൾ അടുക്കേണ്ടിയിരിക്കുന്നു. ഗുരുപദേശങ്ങൾ നേരായ രീതിയിൽ ഗ്രഹിക്കാത്തതിലാണ് നമുക്ക് ദുഃഖം താങ്ങാനാവാത്തത്. ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതെല്ലാം ഗുരുവിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ഈ ഭൗതിക ജീവിതം താങ്ങാൻ ആവശ്യമായ മനക്കരുത്തും ഭൗതികതയും എല്ലാം ഭഗവാൻ നൽകിക്കൊള്ളും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നാമജപങ്ങളും സത്സംഗ കഥനവും ശ്രവണവും അതിലെല്ലാം ഏർപ്പെടുക. ബ്രഹ്മസ്വരൂപ ലക്ഷണം സച്ചിദാനന്ദമാണ് എന്ന് പറഞ്ഞു. സ്വരൂപലക്ഷണം എന്നാൽ അനുഭവയോഗ്യമായിട്ടുള്ള ലക്ഷണം എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം അടക്കിയാൽ ആത്മസത്യം നമുക്ക് അനുഭവിക്കാം. അന്തർമുഖമായി തിരയണം. ആനന്ദമസ്തിയതു ഭാതി അതൊന്നു തന്നെ താനന്യമോർക്കിലിതു നാസ്തി ന ഭാതി സർവം. ഒരു അദ്വൈത ദീപികയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. ആനന്ദം അസ്തി, അത് ഉണ്മയാകുന്നു. ഭാതി, അത് പ്രകാശിക്കുന്നു. അതൊന്നു തന്നെ. സത്തും ചിത്തും ഒന്നു തന്നെ. സത്തായി നിന്നുവരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നുമറിയും. അല്ലേ? അത് ഒന്നു തന്നെ. താൻ അന്യമോർക്കിൽ അതു നാസ്തി. താൻ അന്യമാണ് എന്ന് ഓർക്കുകയാണെങ്കിൽ അത് നാസ്തി. മറ്റൊന്നിനെ സങ്കല്പിച്ചു പോയാൽ അതില്ലെന്ന് തോന്നും. പിന്നെയോ ന ഭാതി, അത് പ്രകാശിക്കുന്നില്ല എന്ന് തോന്നും. ഇത്ര വ്യക്തമായിട്ടാണ് ഗുരു നമ്മളോട് വേദാന്തം, വളരെ വലിയ തത്വം എത്ര ലളിത ഭാഷയിലാണ് ഗുരു നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ഈശ്വരനാണ് എന്നും ആനന്ദത്തിൽ നിന്ന് എല്ലാം ഉണ്ടായി അതിൽ നിലകൊണ്ട് അതിൽ ലയിക്കുന്നു എന്ന് തൈത്തിരീയോപനിഷത്ത് പറയുന്നു. ശ്രുതിയുക്തി അനുഭവത്താലാണ് ഗുരു നമ്മളോട് ലോകസത്യം പ്രപഞ്ച രഹസ്യം വെളിപ്പെടുത്തുന്നത്. ദൃഗ്ദൃശ്യ വിവേകത്തിലെ ഭഗവത്പാദര് പറയുന്നുണ്ട്, ശങ്കര ഭഗവത്പാദര്, ലോകത്തുള്ള ആത്മ അനാത്മ വസ്തുക്കളെ 5 അംശങ്ങളായി അറിയപ്പെടുന്നു എന്ന്. അസ്ഥിഭാതി പ്രിയം രൂപം നാമചേത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗദ്രൂപം തതോദ്വയം എന്ന്. അസ്ഥിഭാതി പ്രിയം, ഇവ മൂന്നുമാണ് ബ്രഹ്മസ്വരൂപമെന്നും ഉണ്ട്. ആദ്യത്രയം ബ്രഹ്മരൂപം, അസ്ഥിയും ഭാതിയും പ്രിയം ഇവ മൂന്നുമാണ് ബ്രഹ്മസ്വരൂപമായിട്ടുള്ളത്. നാമവും രൂപവും ലോകത്തിന്റെ രൂപവുമാണ് എന്ന്. എല്ലാ രൂപത്തിലുള്ള സത്തയും ബ്രഹ്മം തന്നെ എന്ന് പറയുകയാണ്. ഇവിടെ 19ാമത്തെ ജ്ഞാനവല്ലരി ഇവിടെ അർത്ഥ വിചിന്തനം പൂർത്തിയാകുകയാണ്. ഇതിൻ്റെ ആശയം, ഇതിൻ്റെ സാരം ആനന്ദം തന്നെയാണ്. ഉണ്മയായും ബോധമായും സദാ വിളങ്ങുന്നത് വേറെ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് എല്ലാം ആനന്ദഘനം, ആനന്ദമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 9ാം ജ്ഞാനവല്ലരി ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.